സോ ലോക്ക്ഡൗൺ സമയം മുംബൈയിൽ വെച്ചിട്ട് 19 വയസ്സായ 2 ചെറുപ്പക്കാർ ഗ്രോസറി ഡെലിവറിക്ക് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് അവിടെ ചുറ്റുള്ള ലോക്കൽ സ്റ്റോഴ്സൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ഡെലിവറി ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാണ് കിരാണ കാർട്ട് എന്ന പേരിൽ. പാൻഡമിക് ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കണത് എന്നുള്ളൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് വന്നതുകൊണ്ട് അവർക്ക് എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരവരുടെ സ്ട്രാറ്റജി റീതിങ്ക് ചെയ്യാണ്. അങ്ങനെ 2021 കിരാണ കാർട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അവർ റീലോഞ്ച് ചെയ്ത് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുകയാണ്. എന്താശയത്തിൽ? सॉरी, ये भी आजकल के जनरेशन की गलती है क्या दीदी? अब क्या दीदी? अब झेप्टो। थैंक यू। ക്വിക്ക് ക്വാളിറ്റി ഡെലിവറി, 10-minute ഡെലിവറി എന്നുള്ള ആശയത്തോട് കൂടിയിട്ടായിട്ട് USB ആക്കിയിട്ട് മാറ്റിക്കൊണ്ട് സെപ്റ്റോ എന്നുള്ള കമ്പനി 2 ചെറിയ ചെറുപ്പക്കാർ ക്രിയേറ്റ് ചെയ്യാണ്. ഇന്ന് 2025 ഏകദേശം 40,000 കോടി വാല്യൂഷൻ വരുന്ന ഈ വർഷം IPO ഒക്കെ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ട് സെപ്റ്റോ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഇന്ത്യയിലെ എല്ലാ മെട്രോ സിറ്റീസിലും ഓപ്പറേഷനിലായിട്ടുള്ള സെപ്റ്റോ ഇന്ന് വലിയ കുതിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ വിൽ ബി ലുക്കിംഗ് അറ്റ് ഹൗ സെപ്റ്റോ ബിക്കെയിം സെപ്റ്റോ ആൻഡ് വാട്ട് ആർ ദ സീക്രറ്റ്സ് ബിഹൈൻഡ് സെപ്റ്റോ സക്സസ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. 10 മിനിറ്റിലൊക്കെ ഡെലിവറി പോസിബിൾ ആണോ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും ബാക്ക്ലാഷസും ഇനീഷ്യലി സെപ്റ്റോ എന്നൊരു ഐഡിയക്ക് ഉണ്ടായിരുന്നു. എന്നാൽ മുംബൈയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രാൻഡ് ഇന്ന് ഡൽഹി, ബാംഗ്ലൂർ, ഗുർഗാം തുടങ്ങി ഇന്ത്യയിലെ 10 മെട്രോ സിറ്റീസിലും ഡീപ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ടൊക്കെ തുടങ്ങി ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നിലവിലുണ്ടെങ്കിലും സെപ്റ്റോ ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഇൻ ടു ക്വിക്ക് കൊമേഴ്സ് ഇൻ ഇന്ത്യ. എന്നാൽ എന്താണ് ആക്ച്വലി സെപ്റ്റോയുടെ സീക്രട്ട് അഥവാ ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഡാർക്ക് സ്റ്റോർസ് എന്നുള്ള കോൺസെപ്റ്റിലൂടെ ഇനീഷ്യലി ആദ്യം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിരുന്ന സെപ്റ്റോ ഇന്ന് ഏകദേശം 350-ലധികം ഡാർക്ക് സ്റ്റോഴ്സും 100 മിനി വെയർഹൗസസ് ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് നടന്ന ഫണ്ടിങ് റൗണ്ട് അനുസരിച്ചിട്ട് 2025 മാർച്ചോട് കൂടിയിട്ട് ഏകദേശം 700 ഡാർക്ക് സ്റ്റോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഈ 10 മെട്രോ സിറ്റീസിൻ്റെ പുറത്തോട്ടേക്ക് ഓപ്പറേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പ്ലെയർ ആയിട്ട് അതും ക്വിക്ക് കൊമേഴ്സിൽ മാറാന്നുള്ള ഒരു ഗോളായിട്ടാണ് സെപ്റ്റോ ഇന്ന് മൂവ് ചെയ്യുന്നത്. ഗ്രോസറീസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, കിച്ചൺ ഐറ്റംസ് തുടങ്ങി ഏകദേശം എല്ലാ ദിവസവും 3 to 4 lakh ഓർഡേഴ്സ് സെപ്റ്റോൻ്റെ ആപ്പിലൂടെ നടക്കുന്നുണ്ട്. ആൻഡ് ഈ ലാസ്റ്റ് കഴിഞ്ഞ സീരീസ് ഈ പ്രീ IPO റൗണ്ട് അനുസരിച്ചിട്ട് സെപ്റ്റോയുടെ വാല്യൂഷൻ $5 billion അഥവാ 40,000 കോടി രൂപയാണ്. മാത്രമല്ല 22 വയസ്സായിട്ടുള്ള ഫൗണ്ടേഴ്സായിട്ടുള്ള ആദിത് പലീച്ചയും കൈവല്യ വോഹ്രയും 2022 ഹ്യൂറൻ ഇന്ത്യ റിച്ച് ലിസ്റ്റിലെ യങ്ങസ്റ്റ് ബില്യണേഴ്സ് ആയിട്ട് ഇടം നേടുകയുണ്ടായി. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വെറൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനൊരു ഐഡിയ പോലും ഇല്ലാതെ ഒരു ചുമ്മാ ഒരു പ്രൊഡക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓവർ ദ ടൈം ഐട്രേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്താണെന്ന് കണ്ടെത്തുകയും അവരുടെ USPയിൽ ഫസ്റ്റ് തൊട്ട് ഇന്നേ വരെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും അത് ഏറ്റവും ബെസ്റ്റായിട്ട് ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും സെപ്റ്റോ എന്നും ഫോക്കസ് ചെയ്തുകൊണ്ടുണ്ട്. സോ നമ്മുടെ ഐഡിയ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിലും നമ്മളൊരു USP ഡിഫൈൻ ചെയ്തിട്ട് ആ USP വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനും നമുക്ക് ഇന്ന് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവാനും ഇനിയൊരു നോർമൽ ഐഡിയ ആണെന്നുണ്ടെങ്കിലും അത് ഇവൻച്വലി ഒരു ബ്രില്യൻറ്റ് യുണീക്ക് ഐഡിയ ആക്കിയിട്ട് മാറ്റി ഒരു അടിപൊളി വെഞ്ചറായിട്ട് മാറാനും പറ്റുന്നുള്ളതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് സെപ്റ്റോയുടെ ലാസ്റ്റ് 5 years ജേർണി എന്ന് പറയുന്നത്. ഇതേപോലുള്ള കൂടുതൽ കേസ് സ്റ്റഡീസിനും കൂടുതൽ ഇൻഫർമേഷണൽ ആയിട്ടുള്ള വീഡിയോസിനും വേണ്ടിയിട്ടായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വിൽ സീ ദ നെക്സ്റ്റ് വൺ. Until then, take care and zero pitches.